ഹായ് കൂട്ടുകാരെ, മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള 30 ക്ലാസ്സുകളിൽ 26ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഖണ്ഡികയാണ്. ഈ ഖണ്ഡികയിൽ ചിഹ്നനങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ആ ചിഹ്നനങ്ങളെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു തരാം. അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നത്. ഒരക്ഷരമുള്ള വാക്കുമുണ്ട്, ഒന്നിലധികം അക്ഷരങ്ങൾ ഉപയോഗിച്ച വാക്കുകളുമുണ്ട്. വ എന്ന് പറഞ്ഞാൽ ഒരക്ഷരമേ അവിടെ ഉള്ളൂ, അതൊരു വാക്കാണ്. അർത്ഥമുള്ള ഒരാശയം ഉൾക്കൊള്ളുന്ന ഏകകം അഥവാ പദമാണ് വാക്ക്. വ എന്ന് പറയുമ്പോൾ അവിടെ വരിക എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്. ഒരക്ഷരത്തിൽ തന്നെ അതൊരു വാക്കാണ്. വ അതൊരു വാക്യവും ആണ്. അങ്ങനെ വാക്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു ഖണ്ഡിക. ഇതിൽ ചിഹ്നനങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചോളും. അപ്പം ഇത് നമുക്ക് ചിഹ്നനങ്ങളെ പരിചയപ്പെടാനാണ് ഈ ഖണ്ഡിക അപ്പോൾ ഞാനിവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഞാൻ ഒരു വാക്കാണ്, തെങ്ങ് ഒരു വാക്കാണ്. അപ്പോൾ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ വാക്യങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ വാക്യങ്ങളുടെ കൂട്ടമാണ് ഖണ്ഡിക. ഞാൻ തെങ്ങ്. ഇപ്പോൾ ഇവിടെ ബിന്ദു ആണ് ഇട്ടിട്ടുള്ളത്. ഒരു കുത്തിടുക നമ്മൾ പറയുക ബിന്ദു, ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പ്. ഇപ്പം ഈ ഒരു വാക്യം കഴിഞ്ഞു, ഞാൻ തെങ്ങ്. അപ്പം നമ്മൾ അവിടെ അവസാനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചിഹ്നനമാണ് ബിന്ദു. ഒരു വാക്യം അവസാനിക്കുമ്പോൾ നമ്മൾ ബിന്ദുവിനെ ഇടുന്നു. എനിക്ക് ഉയരമുണ്ട്, ബിന്ദു ഇട്ടു. ഇനി എന്നെ കാണാൻ തടിച്ചിട്ടാണ്, നമ്മളവിടെ അവസാനിപ്പിച്ചു അല്ലേ, വാക്യം അവസാനിപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മൾ എന്തിടും, ബിന്ദു ഇടും. ഞാനൊരു ഒറ്റത്തടി വൃക്ഷമാണ്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ഇടില്ല. ഞാനൊരു ഒറ്റത്തടി എന്ന് പറയുമ്പോൾ അവിടെ വാക്യം പൂർണ്ണമാകുന്നില്ല. അപ്പോൾ അവിടെ ബിന്ദു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബിന്ദു ഒരു വാക്യത്തിൻ്റെ അർത്ഥത്തോടുകൂടി അവസാനിക്കുമ്പോഴാണ് ബിന്ദു ചേർക്കുന്നത്. എൻ്റെ ഓല കൊണ്ട് വീടുമേയാം. ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും കോമയിടുക എന്ന് പറയും. ഇതിന് മലയാളത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എൻ്റെ ഓല കൊണ്ട് വീടുമേയാം. ഇവിടെ നമ്മൾ ഇട്ട ചിഹ്നം അല്പവിരാമമാണ്. കോമ എന്ന അല്പവിരാമമാണ്. അപ്പൊ അല്പവിരാമം ഇടുമ്പോൾ ഇനിയും വാക്യമുണ്ട്, ഇവിടെ പൂർണ്ണമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്യം തുടരും. ആ വാക്യം തുടരുമ്പോഴാണ് അതിന് പൂർണ്ണമായ അർത്ഥം ഉണ്ടാവുക. നോക്കൂ, എൻ്റെ ഓല കൊണ്ട് വീടുമേയാം, കളിപ്പാട്ടമുണ്ടാക്കാം, പായ ഉണ്ടാക്കാം, പിന്നെയോ ദാഹം തീർക്കാൻ ഇളനീരും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെയാണ് ഉപയോഗിക്കാന്നുള്ളവിടെയാണ് ഈ ഒരു വാക്യം അവസാനിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ബിന്ദു. ബാക്കിയുള്ളിടത്തൊക്കെ അല്പവിരാമം അഥവാ കോമ ഇട്ടത് ആ വാക്യം തുടരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. തെങ്ങ് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? അപ്പം അവിടെ ചോദ്യചിഹ്നമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? ചിഹ്നം ഏതാണ്? ചോദ്യചിഹ്നമാണ്, ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെ ശർക്കര കഴിക്കാൻ എന്തു മധുരമാണെന്നോ. അതൊരവിടെ അത്ഭുതമാണ് അല്ലേ, ഒരു ആശ്ചര്യമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചേർത്ത ചിഹ്നം എന്താണ്? വിക്ഷേപണിയാണ്, ആശ്ചര്യ ചിഹ്നമാണ്. ഈ ചിഹ്നം ആശ്ചര്യചിഹ്നം ആണ്, ആശ്ചര്യചിഹ്നമായ ചിഹ്നമാണ്. ഇനി നോക്കൂ, എനിക്ക് മധുരക്കള്ളും തരാൻ കഴിയും. അത് വലയത്തിനുള്ളിലാണ് ഇട്ടുവച്ചിട്ടുള്ളത്. ഇവിടെ പറയാൻ കഴിയാത്തത് വീണ്ടും ഒന്ന് പറയാൻ ശ്രമിച്ചതാണ് ഇത്. അതുകൊണ്ട് ഇതിനെ അവരെന്ത് ചെയ്തു? വലയത്തിനുള്ളിലാക്കി, ബ്രാക്കറ്റിന്റെ ഉള്ളിലിട്ടു. അതും എൻ്റെ ഒരു കഴിവാണ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ നോക്കൂ, എന്നെ മുറിക്കല്ലേ, അത് ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ ഇത് നമ്മളൊരു ഉദ്ധരണി എന്നാണ് പറയുന്നത്. ഉദ്ധരണി ഇരട്ടത്തോണ്ടാണ് ഇതിൻ്റെ ചിഹ്നനത്തിനെ വിളിക്കുന്ന പേര്. ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കുമാണെന്ന് തിരിച്ചറിയുക.
എന്നെ മുറിക്കല്ലേ എന്ന് തെങ്ങ് പറയുമ്പോഴാണ് നമ്മളിതിനെ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ട് കൊടുക്കുന്നത്, അഥവാ ഉദ്ധരണി നമ്മളവിടെ ഉപയോഗിക്കുന്നത്. മഹാന്മാരുടെ വചനങ്ങളെല്ലാം നമ്മൾ ഉദ്ധരണിക്കകത്താണ് ഇടുക. നെഹ്റു പറഞ്ഞത്, ഗാന്ധി പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞത്, അങ്ങനെ പറയുന്നതിനെയൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കും. അവർ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട്. ഇനി തെങ്ങ് പറഞ്ഞു നിർത്തി എന്ന് പറയുമ്പോൾ അവിടെ ബിന്ദു ഇട്ട് കൊടുത്തു. ചിൽ, അപ്പോൾ ഇവിടെ ശൃംഖല ഇങ്ങനെ പോവുകയാണ്. ചിൽ ചിൽ തുടരുകയാണ്. അപ്പോൾ ചിൽ ചിൽ എന്നുള്ള അണ്ണാൻ്റെ ശബ്ദവും നമ്മൾ ഉദ്ധരണിയാണ്, അണ്ണാൻ ചിലയ്ക്കുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, അണ്ണാൻ തെങ്ങിൽ ഓടിക്കയറി. ഇതിനെ നമ്മൾ കോഷ്ടത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അഥവാ ഇത് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് അറിയപ്പെടുന്നു. അണ്ണാൻ തെങ്ങിൽ ഓടിക്കയറി, അതൊരു സംഭവമാണ്, അതുകൊണ്ട് അതിനെ കോഷ്ടത്തിനകത്തിട്ടു. ഇനി ഈ ഖണ്ഡികയുടെ അവസാനം നോക്കൂ, ഒരു സംഭാഷണം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തെങ്ങും അണ്ണാനും തമ്മിലുള്ളത്. തെങ്ങ് പറഞ്ഞത്, അണ്ണാൻ പറഞ്ഞത്, തെങ്ങ് പറഞ്ഞത്, അണ്ണാൻ പറഞ്ഞത്. ഇത് മിക്ക ചോദ്യപേപ്പറുകളിലും കാണും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നം എന്താണ്? ഈ ഒരു സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നം ഭിത്തികയാണ്. അവര് പറയുന്ന കാര്യം ഇവിടെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഭിത്തിക. അപ്പം കൂട്ടുകാർക്ക് ഖണ്ഡികയിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ കഥാപുസ്തകങ്ങളിലും പത്രവാർത്തകളിലുമൊക്കെ ചിഹ്നങ്ങളെ തിരഞ്ഞ് കണ്ടുപിടിക്കണേ. 27ാമത്തെ ക്ലാസ്സുമായി വരുന്നതാണ്. ഇനി നമുക്ക് 3 ക്ലാസ്സുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം.